ആണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഗുഡ് ഈവനിങ്.
Yes, sir. Good evening. Good evening, sir. Good evening, sir. കേൾക്കാം. Good evening, sir. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ. No, sir. No, sir. കാണാൻ പറ്റുന്നത്. കണ്ടിട്ടും പ്രത്യേകിച്ച് എന്താണ്, ശബ്ദമാണല്ലോ ഇവിടെ പ്രധാനപ്പെട്ടത് അല്ലേ? ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാ ആൾക്കാർക്കും? Yes, sir. ക്യാമറ ഓൺ ആവുന്നില്ല, അതാണ് പ്രശ്നം. എന്തായി പഠനമൊക്കെ എവിടം വരെയായി? നന്നായിട്ട് പോകുന്നു സാർ. നന്നായിട്ട് പോകുന്നു. ഇതിൽ HSA സോഷ്യൽ സയൻസിന്റെ ആൾക്കാർ എത്ര പേരുണ്ട്? HSA സോഷ്യൽ സയൻസ് ആരുമില്ല? Social science ആണ് sir. HSA സോഷ്യൽ സയൻസിലുള്ള ആൾക്കാരൊന്നും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അറിയാമായിരുന്നു. മെസ്സേജ് ഇട്ടാൽ എങ്കിലേ അറിയാൻ പറ്റുള്ളൂ. ഗായത്രി, റുക്സാന, ഒരു 10-20ഓളം പേരുണ്ടാ. മിനി, അനിൽ, അപർണ, ബിപിൻ. ഓക്കെ. ഞാൻ HSA സോഷ്യൽ സയൻസ് ആണ്. ഓക്കെ. ബിജുല, ഷൈനി, സതീഷ്. ഓക്കെ. അപ്പൊ HSAയുടെ സോഷ്യൽ സയൻസിന്റെ അവസാനം അപ്പൊ നമ്മൾ ഇന്നൊക്കെ ടോപ്പിക് എടുത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഇന്നിപ്പോ ഞാൻ എടുത്തിട്ടുള്ളത് ഏതായിരുന്നു നോക്കട്ടെ. ഇന്നെടുത്തത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ബ്യൂറോക്രസി, പൊതുഭരണം, അതോടൊപ്പം തന്നെ ബ്യൂറോക്രസി, അതോടൊപ്പം തന്നെ ബ്യൂറോക്രസിയിൽ തന്നെയുള്ള എന്താണ് ഇന്ത്യൻ ബ്യൂറോക്രസി എന്താണ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, സെൻട്രൽ സിവിൽ സർവീസ് എന്താണ്, സ്റ്റേറ്റ് സർവീസ് എന്താണ് പൊതുഭരണം എന്നതിനെ പറ്റിയിട്ടൊക്കെ എടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ തിങ്കേഴ്സിലെ അരിസ്റ്റോട്ടില്, അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് വരും. ബാക്കിയുള്ള ടോപ്പിക്സിന്റെ അതാത് അധ്യാപകർ എടുക്കും. വളരെ ഡീപ്പായിട്ട് പഠിച്ചോളുക. അപ്പൊ നമ്മള് കോമൺ ആയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ടി തയ്യാറാകുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ എല്ലാ ആഴ്ചയിലുള്ള GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ലൈവ് ആണ് ഇപ്പൊ പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ അല്ലാണ്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ഡെയിലി ചലഞ്ച് ആയിട്ട് GK ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ വേറെ ടോപ്പിക്കും തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം ആവശ്യം പോലെയാണ് കണ്ടന്റ് തരുന്നത്. പഠിച്ചോളുക. എവിടെയെങ്കിലും ഒക്കെ, അതായത് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും ഒക്കെ നിങ്ങളിപ്പോ പഠിക്കുന്നത് എവിടെയെങ്കിലും ഒക്കെ തട്ടുക എന്നുള്ളതാണ്. അപ്പോ ഇന്നും നമ്മൾ കുറച്ച് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ എന്താണ് അതിന്റെ എക്സ്പ്ലനേഷനും നമുക്ക് പഠിക്കാം. എന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാടെ? ഇപ്പൊ എല്ലാം കാണാം. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ അധ്യാപകരെ കണ്ടു പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഞാൻ ആദ്യം ഇതിനകത്ത് കുറച്ചു നേരം കൊണ്ട് ക്യാമറ വേറൊരു ആപ്പും കൂടെ ഓൺ ആയിരുന്നുകൊണ്ട് ഇതിൽ ചിലപ്പോൾ വർക്കാവാത്തതാണ്. പ്രശ്നമില്ല. അപ്പോ എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് അറിയാലോ, പ്രധാനമായും തന്നേക്കുന്നത് ഈ മേഖലയാണ്. കൂടുതൽ ഡീപ്പായിട്ട് ഈ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് വളരെ ഡീപ്പായിട്ട് പഠിക്കണം. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എളുപ്പമാക്കി തന്നിട്ട് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് കട്ടിക്ക് ചോദിക്കും. അതാണ് ഈ ടീച്ചിങ് എക്സാമിന്റെ ഇവരുടെ ഒരു പ്രത്യേകത. PSC അങ്ങനെയാണ്. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് നല്ല രീതിയിൽ ചോദിച്ചിട്ട് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് കുറച്ച് എളുപ്പത്തിന് ചോദിക്കും. ഓക്കെ. അപ്പോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇൻ വിച്ച് ഇയർ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC വാസ് ഫോംഡ്? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 917 ഫെബ്രുവരി 1, 920 ഡിസംബർ 31, 921 ഓഗസ്റ്റ് 28, 922 നവംബർ 14 എന്നാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത്? AITUC രൂപീകരിച്ചത് 1920 ഡിസംബർ 31. അങ്ങനെ വേണം പഠിക്കാൻ. എന്താണ് 1921 ഡിസംബർ 31 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതാണ്?
ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ചോദിച്ചാൽ ഏതെന്ന് എഴുതും നിങ്ങൾ? ഏതെന്ന് എഴുതുന്നോടെ? ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആർക്കും ഒരു മുണ്ടാട്ടോ ഇല്ലേ? എന്തെങ്കിലും മിണ്ടൂ. ഞാൻ അതുകൊണ്ടാണ് ഈ ക്യാമറ ഓണാക്കാത്തത്. നിങ്ങൾ വളരെ സന്തോഷം, നിങ്ങളുടെ മറുപടിയിലാണ് ഈ പറയുന്ന രീതിയിലുള്ള സന്തോഷം ഇരിക്കുന്നത്. അറിയില്ല സർ. AITUC ആണോ ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ? AITUC ആണോ എന്ന് ചോദിച്ചാൽ അല്ല, മദ്രാസ് ലേബർ യൂണിയൻ ആണ്. ഏതാണ്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെടാൻ പാടില്ല. നമുക്കെല്ലാം അറിഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ മുമ്പ് ചോദിക്കുന്നതാണ്. അപ്പോ മദ്രാസ് ലേബർ യൂണിയൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ. ക്ലിയർ? 918 ഏപ്രിൽ മാസമാണ് ഇതിന്റെ രൂപീകരണം. ഇതിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചത് BP വാദിയാണ്. BP വാദിയ നമ്മുടെ ആനി ബസന്റിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണ് BP വാദിയ. അപ്പൊ ഇദ്ദേഹമാണ് 1918 മദ്രാസ് ലേബർ യൂണിയൻ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ AITUCയുടെ രൂപീകരണം, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചത് ബാലഗംഗാധര തിലക്, അതോടൊപ്പം തന്നെ NM ജോഷി, അതോടൊപ്പം തന്നെ BP വാദിയ, ദിവാൻ ചമൻലാൽ, ലാലാ ലജ്പത് റായ്, ജോസഫ് ബാപ്റ്റിസ്റ്റ. എന്താണ്? ജോസഫ് ബാപ്റ്റിസ്റ്റ. ഈ നേതാക്കളാണ് AITUCയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ. കാരണം ഈ അന്നത്തെ AITUCനൊന്നും അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുഖമില്ല. അന്ന് ഒറ്റ മൂവ്മെന്റ് ആണ്. ഇന്ത്യയിൽ ഒറ്റ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. 929-ലും 30-ലൊക്കെ ആയപ്പോ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ ഇതിന്റെ തലപ്പത്തേക്ക് വന്നു. AITUCന്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ലാലാ ലജ്പത് റായ് ആണ്. become the first president of AITUC and Joseph Baptista its vice president. ഇതിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ജോസഫ് ബാപ്റ്റിസ്റ്റയും ലാലാ ലജ്പത് റായി ഇതിന്റെ എന്താണ് ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നു. കേട്ടോ? അതോടൊപ്പം തന്നെ ഇതിന്റെ തുടക്കത്തില് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആരിൽ നിന്നാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് ഐഡിയാസ് ആണ്, ബ്രിട്ടീഷ് ലേബർ പാർട്ടി. അതായത് ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ ജനാധിപത്യ സോഷ്യൽ ഐഡിയോളജിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇവർ AITUC രൂപീകരിക്കുന്നത്. ഇന്ന് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഏത് പാർട്ടിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടുന്നതോടുകൂടി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് CPI. അതെ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ എന്താണ് ട്രേഡ് യൂണിയൻ ആണ് എന്നുള്ളത്. കൂടുതലും ഇന്ന് എനിക്ക് AITUC വളരെ കുറവാണ്. പക്ഷെ ഇന്ന് AITUCന്റെ ആൾക്കാരെയൊക്കെ CPMന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള അവിടെ ആരുടെയോ എന്റെ ഇത് കേൾക്കുന്ന ആരുടെയോ ഇതില് പ്രശ്നമുണ്ട്. CITU ആരെങ്കിലും ഒന്നും, എല്ലാ ആൾക്കാരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ. അപ്പോ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ് ഇപ്പൊ എന്താണ് CPIയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേട്ടോ? ഇനി അതോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കർഷക സംഘടന ഓൾ ഇന്ത്യ കിസാൻ സഭയാണ്, AIKS, ഓൾ ഇന്ത്യ കിസാൻ സഭ. ആ കിസാൻ സഭ ഇന്ന് ആരുടെ കീഴിലാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കീഴിലാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയൊക്കെ ഇരിക്കുന്നത്. ഓക്കെ. അപ്പോ അങ്ങനെ വേണം പഠിച്ചോളാൻ. ഇനി അടുത്ത ചോദ്യം. The article in the constitution which gives the primary education in mother tongue. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിൾ ആണ് പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം എന്ന് സ്റ്റേറ്റിനോട് നിർദ്ദേശിക്കുന്നത്? പ്രാഥമിക ഭാഷയിലായിരിക്കണം എന്ത്? മദർ ടങ് അല്ലെ? മാതൃവിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 348A,
ആർട്ടിക്കിൾ 350A, ആർട്ടിക്കിൾ 352A, ആർട്ടിക്കിൾ 354A. യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 350B പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നു പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം, മദർ ടങ്ങിലായിരിക്കണം. അല്ലെ? ഇപ്പൊ നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പ്രാഥമിക വിദ്യാഭ്യാസം മലയാളത്തിൽ കൊടുക്കണം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റി സ്റ്റേറ്റ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ. ഈ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഏതെങ്കിലും ഒരു ഭാഷയോട് പ്രത്യേകമായിട്ടുള്ള മമതയുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഷയുണ്ട്? 22 ഭാഷകളുണ്ട്, അംഗീകൃത ഭാഷ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 22 ഭാഷയെ അംഗീകരിക്കുന്നു. പക്ഷെ ഔദ്യോഗികമായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന 2 ഭാഷ, ഒന്ന് ഹിന്ദിയും ഇംഗ്ലീഷും. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളും ഹിന്ദി മെജോറിറ്റി ആയിട്ടുള്ള പീപ്പിൾസും ആയതുകൊണ്ടാണ് അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഒഫീഷ്യൽ ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയും ആൻഡ് ഇംഗ്ലീഷുമാണ്. ഇനി നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 22 ഭാഷകളും നാഷണൽ ലാംഗ്വേജ് ആണ്. ഈ രാജ്യത്തിന് ഒരു ഭാഷയില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഈ രാജ്യത്തിന് ഒരു ഭാഷയില്ല. പക്ഷെ ഈ രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്തുണ്ട്? ഭാഷയുണ്ട്. അതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ത്യയിൽ നമ്മൾ അറിയാം ഹിന്ദി അടിച്ചേൽപ്പിക്കൽ നടക്കുന്നത് നമ്മുടെ ഇടയിലുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെയൊക്കെ തമിഴ്നാടൊക്കെ കത്തിയിട്ടുണ്ട്. നമുക്കറിയാം തമിഴ്നാട്ടുകാർ ഭയങ്കര ഹിന്ദി വിരുദ്ധരാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ എന്തില്ലാത്തത്? തമിഴ്നാട്ടിൽ നവോദയ വിദ്യാലയങ്ങളില്ല. നിങ്ങൾക്കറിയാം നവോദയ വിദ്യാലയങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്മാര് കത്തിക്കുന്നു, നമ്മുടെ അണ്ണാച്ചിമാര് കത്തിക്കും. എന്തുകൊണ്ട്? കാരണം അവര് ഹിന്ദി വിരുദ്ധരാണ്. അവർക്ക് തമിഴും മതി, ഇംഗ്ലീഷും മതി. അവരുടെ മുകളിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, 7 8 വിദ്യാർത്ഥികളാണ് പണ്ട് ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ആക്കാനായിട്ടുള്ള മുന്നേറ്റം വന്ന സമയത്ത് എന്ത് ചെയ്തത്? ഇവിടെ അവര് കത്തി മരിച്ചത്. കോൺഗ്രസിന്റെ അടിത്തറ തമിഴ്നാട്ടിൽ ഇളകിയതിന്റെ കാരണം ഹിന്ദി അടിച്ചേൽപ്പിക്കൽ. ഓക്കെ, അടുത്ത ചോദ്യം. Das Capital was published in which of the following language? Das Capital ഏത് ഭാഷയിലാണ് പബ്ലിഷ് ചെയ്യുന്നത്? ഇംഗ്ലീഷ്, റഷ്യൻ, ജർമ്മൻ, ഫ്രഞ്ച്. മൂലധനം ദാസ് ക്യാപിറ്റൽ ഏത് ലാംഗ്വേജിലാണ് പബ്ലിഷ് ചെയ്തത്? ദാസ് ക്യാപിറ്റൽ പബ്ലിഷ് ചെയ്തത് അപ്പോ ദാസ് ക്യാപിറ്റൽ വാസ് പബ്ലിഷ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ്? ജർമ്മൻ ആണ്. ജർമ്മൻ ഭാഷയിലാണ് ഏത് പബ്ലിഷ് ചെയ്തത്? ദാസ് ക്യാപിറ്റൽ അല്ലെ? ദാസ് ക്യാപിറ്റൽ കാൾ മാർക്സ് ആണ്. ഇൻ സെപ്റ്റംബർ 1867 ആണ്, 1867 എന്ത് ദാസ് ക്യാപിറ്റൽ വോളിയം ഫസ്റ്റ് ജർമ്മൻ ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്തത്. 1818 1883 ഇടയിലാണ് കാൾ മാർക്സ് ജീവിച്ചിരുന്നത്. കാൾ മാർക്സ് ജനിച്ചത് 1818, മരിച്ചത് 1883. ഓക്കെ, അപ്പൊ ദാസ് ക്യാപിറ്റൽ 1867 പബ്ലിഷ് ചെയ്തത്, ക്യാപിറ്റൽ വോളിയം 1. ഓക്കെ, അടുത്തത്. ബാലഗംഗാധര തിലക് സ്റ്റാർട്ടഡ് ഹിസ് ഹോം റൂൾ ലീഗ് ഇൻ ദ ഇയർ. ബാലഗംഗാധര തിലക് അദ്ദേഹത്തിന്റെ ഹോം റൂൾ ലീഗ് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? 914, 915, 916, 917. ആരാണ് വരയ്ക്കുന്നത്? സ്ക്രീനിൽ നല്ല രീതിയിൽ വരയ്ക്കുന്നു. ബാലഗംഗാധര തിലക് ഹോം റൂൾ ലീഗ് സ്റ്റാർട്ട് ചെയ്തത് 914 915 916 917 എന്ന് ചോദിച്ചാൽ ഏതിലാ? 1916 1916 ബാലഗംഗാധര തിലക് എന്ത് ചെയ്തത്? ഹോം റൂൾ ലീഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്കറിയാം ഹോം റൂൾ ലീഗ് ആരംഭിക്കുന്നത് ഏത് രാജ്യത്താ? ഹോം റൂൾ ലീഗ് മൂവ്മെന്റിന്റെ ആരംഭം എന്ന് പറയുന്നത് അയർലൻഡിലാണ്. ഐറിഷിലാണ് ഹോം റൂൾ ലീഗ് ആരംഭിക്കുന്നത്. പക്ഷെ
ഹോം റൂൾ ലീഗ് കാനഡയും ന്യൂസിലാൻഡും തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെയാണ് ഹോം റൂൾ ലീഗ് അവിടെ നടപ്പിലാക്കിയത്. ആ ഹോം റൂൾ ലീഗിന്റെ മാതൃകയിലാണ് ഇന്ത്യ, കാനഡ, ആസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ എങ്ങനെയാണോ ഹോം റൂൾ ലീഗ് കടമെടുത്തത് അല്ലെങ്കിൽ പ്രവർത്തിച്ചത്, അതേ മാതൃകയിലാണ് ഇന്ത്യയിലും ഹോം റൂൾ ലീഗ് പ്രവർത്തിച്ചത്. അപ്പോ ശരിക്കും ഹോം റൂൾ ലീഗ് ഏകദേശം 2 വർഷമാണ് നീണ്ടു നിന്നത്. ഹോം റൂൾ ലീഗിന്റെ കാലഘട്ടം 916-നും 918-നും ഇടയിലാണ്. ഓക്കെ, ഈ ഹോം റൂൾ ലീഗ് ഇന്ത്യയിൽ സംഘടിപ്പിച്ചത് 2 പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഒന്ന് ആനി ബസന്റും മറ്റൊന്ന് ബാലഗംഗാധർ തിലകുമാണ്. ആരൊക്കെയാണ് ഇന്ത്യയിലെ ഹോം റൂൾ ലീഗിനെ സംഘടിപ്പിച്ചത്? ആരൊക്കെയാ? ആനി ബസന്റ്, മറ്റൊന്ന് ബാലഗംഗാധര തിലക്. ഈ 2 പേരുടെയും നിർദ്ദേശത്തിലാണ് എന്ത് പോയത്, ഈ പറയുന്ന ഹോം റൂൾ ലീഗ് പ്രവർത്തിച്ചത്. ഏറ്റവും കൂടുതൽ ഹോം റൂൾ ലീഗിലേക്ക് ഇന്ത്യക്കാരെ, ഈ ഏത് തരം ഇന്ത്യക്കാരെയാണ് ആകർഷിക്കപ്പെട്ടത്? കീർത്തി കേൾക്കുന്നുണ്ടോ? കീർത്തി മൈക്ക് ഓൺ ആണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കീർത്തി കെ അറിയാതെ മൈക്ക് ഓൺ ആയതായിരിക്കാം. ഓക്കെ, സൗണ്ട് ക്ലിയർ ആവുന്നില്ല. എന്റെ സൗണ്ട് ക്ലിയർ ആകാത്ത ആൾക്കാരുണ്ടോ? ക്ലിയർ ആണ് സർ. അതെ, നിങ്ങളുടെ അവിടെയാണ്, നിങ്ങളാണ് ശരിക്കും നിങ്ങളുടെ അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചിലപ്പോ പറയുന്നത് ഗിത്താർ വായിക്കുന്നതായിട്ടേ കേൾക്കുള്ളൂ. നിങ്ങൾ അവിടെ നിന്ന് പല ആൾക്കാരും ഗിത്താർ വായിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഗിത്താർ നല്ല രീതിയിൽ വായിക്കുന്നുണ്ട്. എനിക്കിവിടെ നല്ല രീതിയിൽ ഇന്റർനെറ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കോ. അപ്പൊ ഇവിടെ നെറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ക്ലാസിന്റെ പ്രശ്നം, നമ്മൾ സെപ്പറേറ്റ് ക്യാമറയൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് തന്നെ പോകുന്നത് അല്ലെ, തട്ടിക്കൂട്ട് സംവിധാനം അല്ലാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോ ഇതെല്ലാം തന്നെ എന്താണ്, നിങ്ങളുടെ അവിടെ നെറ്റ് ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി. അപ്പോ 1916-18 കാലഘട്ടത്തിലാണ് ഇത് വന്നത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് അപ്പർ ക്ലാസസ് ഇന്ത്യൻസിനെയാണ് ഈ ബാലഗംഗാധര തിലകും ആനി ബസന്റും ഏതിലേക്ക് ചേർത്തത്? ഹോം റൂൾ ലീഗിലേക്ക് ചേർത്തത്. 1920 ആയപ്പോ 1920 ആയപ്പോ എന്ത് സംഭവിച്ചു? ഹോം റൂൾ ലീഗിന്റെ പേര് തന്നെ മാറ്റി. ഹോം റൂൾ ലീഗിന്റെ പേര് എന്താക്കി? സ്വരാജ്യ സഭ എന്നാക്കി മാറ്റി. എന്താണ് ഹോം റൂൾ ലീഗിന്റെ പേര്? സ്വരാജ്യ സഭ. മഴ കാരണം നെറ്റ് കുറവാസാണ്. അതെ, അത് ഈ വൈഫൈ ഇല്ലെങ്കിൽ പ്രധാന ഒരു പ്രശ്നമാണ്. ഇനി അതുപോലെ തിലക് ഈ പറയുന്ന ലോഞ്ച് ചെയ്തത് ഏപ്രിലാണ്. 1916 ബെൽഗാവിലാണ് ഹോം റൂൾ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആനി ബസന്റ് എവിടെയാണ്? മദ്രാസിലാണ്. സെപ്റ്റംബർ മാസത്തില് മദ്രാസിലാണ് ചെയ്യുന്നത്. തിലകിന് അതിന്റെ ആസ്ഥാനം ഡൽഹിയിലേക്കാണ് മാറ്റിയത്. തിലക് ഇതിന്റെ ആസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി. മൊത്തം തിലകിന് 6 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ബസന്റിന് ഏകദേശം 200ഓളം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഗാന്ധിജി കടന്നു വരുന്നു. ഹോം റൂൾ ലീഗിനെ എന്ത് ചെയ്യുന്നു? കോൺഗ്രസിലേക്ക് തന്നെ ചേഞ്ചസ് ആക്കി. അടയാറില്, മദ്രാസിലാണ് അടയാറ്. അപ്പോ ഗാന്ധിജി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ഹോം റൂൾ ലീഗിനെ കോൺഗ്രസിലേക്ക് അങ്ങ് ലയിപ്പിച്ച്. അങ്ങനെയാണ് ഹോം റൂൾ ലീഗ് ഇന്ത്യയിൽ ഇല്ലാതായത് എന്നതും കൂടി ഓർത്തോളുക. അപ്പൊ ഹോം റൂൾ ലീഗ് ബസന്റും തിലകും, ബസന്റ് തിലക്, ബസന്റ് തിലക്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് PSC ഇപ്പോ ഈ കഴിഞ്ഞ HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് ചോദിച്ച ചോദ്യമാണ്. രാജാറാം മോഹൻ റോയ്, ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ്, വാസ് ബോൺ ഇൻ ദ ഇയർ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ 23-ാം തീയതി നടത്തിയ എക്സാമിലുള്ള ചോദ്യമാണ്. ടീച്ചിങ്ങിന് എക്സാമിന് ഇങ്ങനെയൊക്കെയാണ് ചോദ്യം. അപ്പോ ഏത് വർഷമാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകനായിട്ട് ജനിച്ചത്? യെസ്, 1772 ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇയറൊക്കെ നിങ്ങൾ അധികം നോക്കാത്തത് കൊണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ രാജാറാം മോഹൻ റോയ് 1772 എന്ത് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? ബ്രഹ്മസമാജം.
1772 രാജാറാം മോഹൻ റോയിയുടെ കൃത്യമായിട്ടുള്ള തീയതി പറഞ്ഞാൽ 1772 മെയ് 22 ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മൺ ഫാമിലിയിൽ ബംഗാളിൽ രാധാനഗറിലാണ് ജനനം. എവിടെയാണ്? ബംഗാളിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ബ്രാഹ്മണർക്കെതിരെ തന്നെ പോരാടിയത്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യോടെ, നമ്മുടെ മതമാണ് ശരി, നമ്മുടെ ആശയങ്ങളാണ് ശരി, ഞാൻ അതിൽ ജനിച്ചത് പോയത് കൊണ്ട് ഞങ്ങളാണ് ശരി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയുടേത് ഇപ്പോഴും തന്നെ. അപ്പൊ ഇതിനു മുമ്പ് എത്രയോ മതഭ്രാന്തന്മാർ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. ആ സമയത്താണ് ഇദ്ദേഹം എന്താണ് അതിനെതിരെ തിരിഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വൈഫ് ചിതയിൽ ചാടി മരിക്കുന്നത് ഇദ്ദേഹം നേരിട്ട് കണ്ട്, സതി. അങ്ങനെയാണ് ഇദ്ദേഹം ഇതിനെതിരെയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ആശാൻ റാം മോഹൻ റോയ് early education included the study of Persian and Arabic at Patna, where he read the Quran, the works of Sufi mystic poets, and Arabic translation of the work of Plato and Aristotle. In Benares, he studied Sanskrit and read Vedas and Upanishads. അറിയാലോ, അതായത് അദ്ദേഹം എന്താണ് പേർഷ്യൻ പഠിച്ചു, അതോടൊപ്പം തന്നെ ഖുറാൻ വായിച്ചു, അതോടൊപ്പം തന്നെ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെയും വർക്ക്, അറബിക് ട്രാൻസ്ലേഷൻ വർക്ക് വായിച്ചു. സൂഫി മിസ്റ്റിക് പോയിറ്റ്സ് അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റി. ബനാറസിലായിരിക്കുന്ന സമയത്ത് സംസ്കൃതം, അതായത് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും എന്താണ് പഠിച്ചു, സംസ്കൃതം പഠിച്ചു, എല്ലാം പഠിച്ചു. സർവ്വവിദ്യാധി രാജയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ രാജ എന്നുള്ള പേര് അക്ബർ മൂന്നാമനാണ് കൊടുത്തത്. അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിലെ രാജാവായിട്ടുള്ള അക്ബർ മൂന്നാമൻ ഇദ്ദേഹത്തിന് കൊടുത്തു രാജ. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് രാജാ റാം മോഹൻ റോയ്. റാം മോഹൻ റോയ് പെട്ടെന്ന് എന്തായി? രാജ എന്നും കൂടിയായി. ഓക്കെ. 1803 മുതൽ 1814 അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ എന്തായി? ജോലി ചെയ്ത്, ബ്രിട്ടീഷുകാരോടെ ജോലി ചെയ്ത്. പേഴ്സണൽ ദിവാൻ, അതോടൊപ്പം തന്നെ ഫസ്റ്റ് വുഡ്ഫോർഡിലും ഡിഗ്ബിയിലൊക്കെ തന്നെ ഇദ്ദേഹം എന്താണ് ജോലി ചെയ്ത്. ഡിഗ്ബി, വുഡ്ഫോർഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചില എന്താണ് പദവികളാണ്. അവിടെ ജോലി ചെയ്തു. 1814 പുള്ളി ജോലി തന്നെ രാജിവെച്ചു. രാജിവെച്ചിട്ട് അദ്ദേഹം കൽക്കട്ടയിലേക്ക് പിന്മാറി. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന റിലീജിയസിനകത്തുള്ള വിശ്വാസങ്ങൾക്കെതിരെയൊക്കെ ഇദ്ദേഹം പോരാടാൻ തുടങ്ങി. പൊളിറ്റിക്കൽ റിഫോംസ് ആണ്. അദ്ദേഹം പിന്നീട് 1830 എവിടെ പോയി? ലണ്ടനിൽ പോയി. ലണ്ടനിൽ പോയി സതി എന്താണ് എന്നതിനെ പറ്റിയൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോയി. 1829 തന്നെ ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി സതി നിർത്തലാക്കി. ഓക്കെ. അപ്പൊ വില്യം ബെനഡിക്റ്റിന്റെ നേതൃത്വത്തിൽ അങ്ങനെ. പിന്നീട് ഇദ്ദേഹത്തിന്റെ മരണം ലണ്ടനിലാണ് കേട്ടോ. അദ്ദേഹം മരിച്ചത് ലണ്ടനിലാണ് അദ്ദേഹത്തിന്റെ മരണം. അപ്പോ നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ബ്രഹ്മസഭ സ്ഥാപിച്ചു. ബ്രഹ്മസഭയാണ് ബ്രഹ്മസമാജം എന്ന് നമ്മൾ പിന്നെ അറിയപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ടൊക്കെ ഞാൻ ക്ലാസ്സിൽ വേറെ ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. അതായത് നമ്മുടെ റെക്കോർഡിംഗ് ക്ലാസ്സിൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നും പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ രാജാറാം മോഹൻ റോയുടെ ഇൻഫ്ലുവൻസിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കുക. കാരണം എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു അണ്ണൻ എന്ന് പറഞ്ഞാൽ രാജാറാം മോഹൻ റോയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേടെ? ഒട്ടുമിക്കുള്ള PSC പരീക്ഷകളിലും PSCക്ക് താല്പര്യമുള്ള ഒരു അണ്ണനാണ് ആര്? രാജാറാം മോഹൻ റോയ്. കണ്ടിട്ടില്ലേ? എല്ലാരും ചത്ത? ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ രാജാറാം മോഹൻ റോയുടെ? കേട്ടില്ല? കണ്ടിട്ടുണ്ട് സാർ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അലൻ ഒക്ടോവിയൻ ഹ്യൂം, എയോ ഹ്യൂം. ഇതും PSC പരീക്ഷയ്ക്ക് റീസെന്റ് ചോദിച്ചതാണ്. ഫാദർ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജോയിൻ ദ ബംഗാൾ സിവിൽ സർവീസ് ഇൻ ദ ഇയർ. അവിടെയും ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. എയോ ഹ്യൂം കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം ബംഗാൾ സിവിൽ സർവീസിൽ ചേർന്ന വർഷം 1829, 39, 49, 59.
അല്ലെ? കേൾക്കുമ്പോ കിളി അങ്ങ് പറക്കും. ഏതാണ് ഏത് വർഷമെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഗൂഗിളിലൊന്നും ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് വേണ്ട, ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. പറയൂ. അലൻ ഒക്ടോവിയൻ ഹ്യൂം, ഫാദർ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ബംഗാൾ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തത്. റൈറ്റ് ആൻസർ 1849 എന്നാണ്. എ.ഒ. ഹ്യൂം നാഷണൽ കോൺഗ്രസ്സില് അല്ലെങ്കിൽ അതിന്റെ ആകുന്നതിന് 49 പുള്ളി 49 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ആണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ റിഫോമർ ആണ്. അദ്ദേഹം ജനിക്കുന്നത് 29 എ.ഒ. ഹ്യൂം ജനിക്കുന്നത് 29 സ്കോട്ട്ലാൻഡിലാണ് ജനിക്കുന്നത്. 1829 ജൂൺ 6 ലണ്ടനിലെ ഇംഗ്ലണ്ടിലെ സ്കോട്ട്ലൻഡില് ബ്രിട്ടനിൽ ജനിച്ചു. 49 അദ്ദേഹത്തിന് ഇങ്ങോട്ട് വന്നു. ഇന്ത്യയില് അദ്ദേഹത്തിന് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇന്ത്യയിൽ വരുന്നു. സിവിൽ സർവീസ് എംപ്ലോയി ആയിട്ട് വരുന്നു. ഓക്കെ. എന്നിട്ട് പിന്നീട് അവിടെ നിന്നാണ് ഇദ്ദേഹം ഇന്ത്യയുടെ മുകളിലേക്ക് ഉയരുന്നത്. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ഉത്തർപ്രദേശിൽ പുള്ളി ഉണ്ട്. ഉത്തർപ്രദേശില് കലാപകാരികളെ അടിച്ചമർത്താൻ വേണ്ടി പട്ടാളക്കാരെയൊക്കെ നിയോഗിക്കുന്നത് ആരായിരുന്നു? എ.എ. ഹ്യൂം ആയിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു 1885. ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം കിട്ടാനൊന്നുമല്ല. അത് നിങ്ങൾ ആലോചിക്കുക. ആദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനായിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ യുവാക്കൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ കൃത്യമായ പ്രാതിനിധ്യം കിട്ടണം. ഇന്ത്യൻ യുവാക്കളെ ബ്രിട്ടീഷുകാരിലേക്ക് അടുക്കണം. അവർക്ക് സർക്കാർ ജോലി കിട്ടണം. ഇതിനു വേണ്ടിയാണ് കോൺഗ്രസ് രൂപീകരിച്ചത്. അതിലേക്ക് പിന്നീട് ഇന്ത്യക്കാർ കടന്നു വന്നു. ആ കോൺഗ്രസിന്റെ മുഖച്ഛായ മാറ്റി. ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും അതിൽ ഉൾപ്പെടുത്തി. ഹിന്ദു മഹാസഭക്കാരെ, മുസ്ലിം ലീഗുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, സോഷ്യലിസ്റ്റുകളെ, ഗാന്ധിയന്മാരെ, നെഹ്റുവിയന്മാരെ, ഇന്ത്യയിലെ എല്ലാ വിഭാഗം കർഷകരെ, എല്ലാ വിഭാഗക്കാരെയും, ദളിതുകളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ന് കാണുന്ന കോൺഗ്രസ് അല്ല, അന്നത്തെ കോൺഗ്രസ്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പിന്നീട് അവർ പോരാട്ടം തുടങ്ങിയതാണ്. ഇന്ന് ആണല്ലോ കോൺഗ്രസ് പാർട്ടിയാണല്ലോ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ച് പിന്നീട് അവര് പാർട്ടിയായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രത്യേകത. ഓക്കെ. പിന്നീട് അലൻ ഒക്ടോവിയൻ ഹ്യൂം, അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയാണ്. എ.ഒ. ഹ്യൂമിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകനാണ്. അങ്ങനെ വേണം പഠിക്കാൻ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നു. പക്ഷി വളർത്തലിന്റെ ഇന്ത്യയിൽ പക്ഷി സ്നേഹിയായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഒരു ഓർണിത്തോളജിസ്റ്റ് എന്നറിയപ്പെടാൻ പറ്റും. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ബേർഡ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ബേർഡിനെ പറ്റിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ. അതാണ് നമ്മുടെ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്നത്. എ.ഒ. ഹ്യൂം. വാട്ട് ഈസ് ഓർണിത്തോളജിസ്റ്റ്? പക്ഷി നിരീക്ഷകൻ. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷികളെ കുറിച്ചുള്ള പഠനം. മനസ്സിലായോ? സ്റ്റഡി ഓഫ് ബേർഡ്സ്. Scientific study of birds. Study of birds. സയന്റിഫിക് സ്റ്റഡി ഓഫ് ബേർഡ്സ്, അതാണ് ഓർണിത്തോളജി. അപ്പൊ ഓർണിത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷി ശാസ്ത്രജ്ഞർ. അതോടൊപ്പം തന്നെ പക്ഷി നിരീക്ഷകർ എന്നൊക്കെ. ഇപ്പൊ സലീം അലി ഇന്ത്യയിലെ പക്ഷി നിരീക്ഷകനാണ്. സലീം അലി പക്ഷി ശാസ്ത്രജ്ഞനാണ്. അടുത്ത ചോദ്യം. Which of the following article in the Constitution is not associated with Panchayat Raj institutions of India? ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധമില്ലാത്ത ആർട്ടിക്കിൾ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ?
പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധമില്ലാത്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 243A, ആർട്ടിക്കിൾ 243K, ആർട്ടിക്കിൾ 45. ഇതിലേതാ? യെസ്. ഇപ്പോ ഇതില് കൃത്യമായിട്ട് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധമില്ലാത്ത ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 45 ആണ്. ആർട്ടിക്കിൾ 45 ആണ് എന്താണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധമില്ലാത്തത്. ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 243A, ആർട്ടിക്കിൾ 243K, ആർട്ടിക്കിൾ 45. അപ്പോ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധമില്ലാത്തത് 45. എന്താ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 45 പറയുന്നു കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസം ഉറപ്പായിട്ടും എന്താണ് അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് വളരാനുള്ള സാഹചര്യം ഉറപ്പാക്കുക, വിദ്യാഭ്യാസം പ്രാഥമികമാക്കുക, ആ പ്രാഥമിക സൗജന്യവും നിർബന്ധിതവുമാക്കുക എന്ന് സ്റ്റേറ്റിനോട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറയുകയാണ്. ബാക്കിയുള്ള ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റിനോട് പറയുന്നതാണ്. ആർട്ടിക്കിൾ 40 എന്താണ്? വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കണം. പിന്നീട് വന്നിട്ടുള്ള ആർട്ടിക്കിൾ 243A മുതൽ ആർട്ടിക്കിൾ 243K വരെയുള്ള ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, നഗരപാലിക, മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് രാജ്, ഇതുമായി ബന്ധപ്പെട്ട ആക്ട് ആണ്. മനസ്സിലായോ? എന്താണ്? പഞ്ചായത്ത് രാജ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 243K ആണ് ഗ്രാമസഭ, പഞ്ചായത്തുകളുടെ രൂപീകരണം, അതിനെയൊക്കെ പറ്റി കൃത്യമായിട്ട് പറയുന്നത്. അപ്പോ ക്ലിയർ ആണല്ലോ? എല്ലാ ആൾക്കാർക്കും ക്ലിയർ അല്ലേ? ഇന്നിപ്പോ കഴിഞ്ഞ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ആളുണ്ട്. എനിക്ക് തോന്നുന്നു 81 പേരാണ് ഇപ്പോ നിലവിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പഠനമൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കണമോ വേണ്ടയോ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വർഷവും HSA ഒന്നും വരില്ല. ആണ്ടിലോ സംക്രാന്തിയിലോ ഒക്കെ വിളിക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് നിങ്ങൾ എഴുതി കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പിന്നെ അടുത്ത ചാൻസ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ ചില ആൾക്കാരൊക്കെ 40 വയസ്സോ 35 വയസ്സോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പരീക്ഷ നടന്നിട്ട് തന്നെ ഇതിൽ നിന്ന് വേക്കൻസിയിൽ ആളെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. HSA കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? HSA കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോ നിങ്ങൾ എത്ര റാങ്ക് മേടിച്ചാലും എന്താണ് ആദ്യത്തെ റാങ്കുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ റിസ്ക് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്കൂളിലൊക്കെ പോയി കിടന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്താ ഉണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് പോവേണ്ടി വരും. അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് ഹൂ സെഡ് ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ്സ് വെൻ ഗാന്ധി ഡൈഡ്? ആരാണിത് പറഞ്ഞത്? നമ്മിൽ നിന്ന് പ്രകാശം മാഞ്ഞിരിക്കുന്നു. ആരാ? നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, പട്ടേല്, യെസ്, എല്ലാവർക്കും അറിയാം. അതായത് ജവഹർലാൽ നെഹ്റു ആണ് അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ എന്താണ് ഗാന്ധിജി മരിച്ച സമയത്ത് ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ്സ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് അല്ലെ? ഗാന്ധിജി മരിച്ചപ്പോ ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ശിഷ്യനായിട്ടുള്ള നെഹ്റു പറഞ്ഞതാ. ഇപ്പൊ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന ബുക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ഗാന്ധിജിയുടെ അടുത്ത്, ഗാന്ധിജിയുടെ മരിച്ചു കിടക്കുന്ന ഗാന്ധിജിയുടെ അടുത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നത് കേൾക്കണം. സർദാർ വല്ലഭായ് പട്ടേലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ഇടിവെട്ടി വീണത് പോലെ. പട്ടേലിനെയാണ് നമ്മൾ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ പട്ടേല് ഗാന്ധി മരിച്ച സമയത്ത് എങ്ങനെയാണ് നിലവിളിച്ച് കിടന്നത് എന്നത് കൃത്യമായിട്ട് ആ ബുക്കിനകത്ത് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ നെഹ്റു ആണ് ഇത് പറഞ്ഞത്. അടുത്തത് ഹൂ റോട്ട് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് കസ്തൂർബ, വൈഫ് ഓഫ് മഹാത്മാഗാന്ധി? ആരാണ് കസ്തൂർബയെ കുറിച്ചിട്ടുള്ള
അൺടോൾഡ് സ്റ്റോറി. മഹാത്മാഗാന്ധിയുടെ ഭാര്യ കസ്തൂർബയെ കുറിച്ചിട്ടുള്ള ഈ പുസ്തകം എഴുതിയത് അരുൺ ആൻഡ് സുനന്ദ ഗാന്ധി, പ്രഭുദാസ് ഗാന്ധി, ഗോപാൽ ആൻഡ് രാജ്മോഹൻ ഗാന്ധി, കനു ഗാന്ധി. ഇതിൽ ആരാണ്? ഹൂ റോട്ട് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് കസ്തൂർബ, വൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി? ഓപ്ഷൻ എ, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അരുൺ ഗാന്ധി ആൻഡ് സുനന്ദ ഗാന്ധിയാണ് കേട്ടോ. എന്താണ്? അരുൺ ഗാന്ധിയും സുനന്ദ ഗാന്ധിയും കൂടി തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവരെഴുതിയിട്ടുള്ള പുസ്തകമാണ് എന്താണ്? കസ്തൂർബയെ കുറിച്ചിട്ടുള്ള ഈ പുസ്തകം. എന്താണ്? രാജ്മോഹൻ ഗാന്ധിയൊക്കെ പട്ടേലിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത കാസി നസ്റുൽ ഇസ്ലാം ഈസ് ദ നാഷണൽ പോയറ്റ് ഓഫ്. ഏത് രാജ്യത്തിന്റെ നാഷണൽ പോയറ്റ് ആണ് കാസി നസ്റുൽ ഇസ്ലാം? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, മാൽദീവ്സ്. ഇതിലേതാ? കാസി നസ്റുൽ ഇസ്ലാം ഈസ് ദ നാഷണൽ പോയറ്റ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, മാലദ്വീപ്സ്. ഏതിന്റെയാണ് കാസി നസ്റുൽ ഇസ്ലാം? ബംഗ്ലാദേശിന്റെ നാഷണൽ പോയറ്റ് ആണ് ബംഗ്ലാദേശ്. അപ്പോ പാകിസ്ഥാന്റെ നാഷണൽ പോയറ്റ് ആരാണ്? പാകിസ്ഥാന്റെ നാഷണൽ പോയറ്റ് മുഹമ്മദ് ഇക്ബാൽ ആണ്. ഉറുദു പണ്ഡിതനായിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ ആണ് ഏത് ഇതിന്റെ ആള്. ഇനി ഇന്ത്യയുടെ നാഷണൽ പോയറ്റ് ആരാ? ഇന്ത്യൻ നാഷണൽ പോയറ്റ്, ഇന്ത്യയുടെ നാഷണൽ പോയറ്റ് അത് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഗാനം ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ച രാജ്യം ഏതാ? അമർ സോന ബംഗ്ലാ, ബംഗ്ലാദേശ്. അതെ, ബംഗ്ലാദേശാണ് അമർ സോന ബംഗ്ല എന്ന് പറയുന്ന സോങ് ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ച് വെച്ചേക്കുന്നത്. ഇനി ഈ പറയുന്നവരിൽ ആരാണ് വിമോചന സമരത്തിൽ പങ്കെടുത്തത്? വിമോചന സമരത്തിൽ പങ്കെടുത്തത് PSP ആണോ RSP ആണോ? ഇവര് രണ്ടുപേരുമല്ലേ? ഇവര് രണ്ടുപേരുമാണോ? ഇതാണ് ചോദ്യം. വിമോചന സമരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. 1959 EMS സർക്കാരിനെതിരെ നടന്നിട്ടുള്ള ഒരു സമരമാണ് വിമോചന സമരം. EMS സർക്കാരിന്റെ വിദ്യാഭ്യാസ ബില്ല് ഉണ്ടായിരുന്നു. EMS സർക്കാർ ഒരു വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു. ആ വിദ്യാഭ്യാസ ബില്ല് എന്തായിരുന്നു എന്നറിയോ? ആ വിദ്യാഭ്യാസ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കും. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇല്ല. കേരളത്തില് EMS സർക്കാർ കൊണ്ടുവന്ന ബില്ലിനകത്തുണ്ടായിരുന്ന എന്താണ്? വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമാക്കും. 1. 2, മാനേജ്മെന്റുകളിലെ, അതായത് സ്വകാര്യവൽക്കരിക്കപ്പെട്ട മാനേജ്മെന്റുകളിലെ അധ്യാപകർക്ക് ശമ്പളം സർക്കാർ കൊടുക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തുല്യമായിട്ടുള്ള ശമ്പളം കൊടുക്കും. മാനേജ്മെന്റുകൾ പൈസ വാങ്ങാൻ പാടില്ല കുട്ടികളിൽ നിന്ന്, ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം. അടുത്തത് 4, മാനേജ്മെന്റിൽ നടക്കുന്ന നിയമനങ്ങൾ PSCക്ക് വിടണം. അതായത് NSS, SNDP, മുസ്ലിം ട്രസ്റ്റുകൾ ഇവരുടെയൊക്കെ തന്നെ മാനേജ്മെന്റ് വിദ്യാലയങ്ങളിലെ നിയമനങ്ങൾ, ആ ടീച്ചിങ് നോൺ ടീച്ചിങ് നിയമനങ്ങൾ PSCക്ക് വിടണം. അതായത് ഇപ്പൊ NSSന്റെ ഒരു സ്കൂളില് വേക്കൻസി അവിടെ മാനേജ്മെന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പക്ഷെ അത് സർക്കാരിന് അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള ബില്ല് കൊണ്ടുവന്നു. ഈ ബില്ല് കൊണ്ടുവന്നപ്പോ കേരളത്തിലുള്ള സാമുദായിക സംഘടനകൾ ഇളകി EMSനെ എങ്ങനെയും താഴെ ഇറക്കിയേ പറ്റൂ. കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവന്മാര്, വന്നു കഴിഞ്ഞാൽ പ്രശ്നക്കാരാണ് ഇവര്. കേരളത്തിൽ മുഴുവൻ ഇവിടെ മുതൽ അങ്ങ് വരെ അവിടെ നിന്നിങ്ങോട്ടും വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ. അതായത് EMS സർക്കാർ സ്കൂളുകൾ പിടിച്ചെടുത്ത് അവിടെ കമ്മ്യൂണിസം പഠിപ്പിക്കും. മനസ്സിലായ? അതുകൊണ്ട് നമുക്കിതിനെ എതിർക്കണം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്തു. പിന്നീട് കത്തോലിക്ക സഭയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, കാരണം കത്തോലിക്ക സഭയ്ക്ക് NSSനും കത്തോലിക്ക സഭയ്ക്കും ഒത്തിരി വിദ്യാലയങ്ങളുണ്ട്.
അവിടേക്കുള്ള നിയമനങ്ങൾ PSCക്ക് വിട്ടുകഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവര് സമരത്തിനിറങ്ങി. ആ സമരത്തിൽ എന്ത് ചെയ്തു? കത്തോലിക്ക സഭ, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ് അല്ല, KSU, പിന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, RSP എല്ലാരും കൂടെ ചേർന്ന് EMSനെ താഴെ ഇറക്കാൻ വലിയ പ്രക്ഷോഭം നടത്തി. ഏറ്റവും ഒടുവിൽ ഇന്ദിരാഗാന്ധിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നെഹ്റു എന്ത് ചെയ്തു? ഇവിടുത്തെ ഗവർണറെ കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ഇവിടെ പിരിച്ചാണ് വിട്ടത്. EMSനെ ചെവിക്ക് പിടിച്ച് പുറത്ത് കളഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ പിരിച്ചുവിട്ട ആദ്യത്തെ നടപടി കേരളത്തിലാണ്, ആർട്ടിക്കിൾ 356 പ്രകാരം. അപ്പൊ അതിൽ പങ്കെടുത്തത് ആരൊക്കെയാ? PSPയും പങ്കെടുത്തു, RSPയും പങ്കെടുത്തു. ബോത്ത് ഓഫ് ദ എബവ്, ഇവർ രണ്ടുപേരും പങ്കെടുത്തു. ക്ലിയർ? ഇപ്പൊ വിമോചന സമരം അന്ന് ഈ വിദ്യാഭ്യാസ ബില്ല് നടപ്പിലാക്കിയിരുന്നെങ്കിലോ നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്തിനായിരുന്നു? ജോലി കിട്ടിപ്പോയിനായിരുന്നു, അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാരും ഉറങ്ങിയ? വിമോചന സമരം എന്തിനാണ് നടന്നതെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് അന്ന് ഈ വിദ്യാഭ്യാസ ബില്ലുണ്ടല്ലോ, EMS പോകുന്ന ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച ഈ എഡ്യൂക്കേഷൻ ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്ത് ചെയ്തത്? ഈ ബില്ലിനെ എന്ത് ചെയ്തു? അംഗീകരിച്ചു. സുപ്രീം കോടതി പറഞ്ഞു ഇതില് ഒരു തെറ്റുമില്ല. അപ്പോഴേക്ക് EMS അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു. EMSനെ അവിടെ നിന്ന് ഇറക്കി വിട്ട് 62 മറ്റോ കോടതി ഇതിൽ വിധി പറഞ്ഞു. കോടതിയുടെ വിധി വന്നു, സുപ്രീം കോടതി. ഈ ബില്ല് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉയർത്തിപ്പിടിച്ച ബില്ലാണ്, ഇതിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും EMSനെ അവിടെ നിന്ന് പടിയിറക്കി വിട്ടു. ഓക്കെ, അടുത്ത ചോദ്യം. Name the former Chief Minister of Kerala who got opportunity become member of Kochi Rajya Praja Mandal, Tirukochi, Kerala Legislative Assembly and Rajya Sabha. അതായത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലിൽ അംഗമായിരുന്നു, തിരുക്കൊച്ചിയിൽ അംഗമായിരുന്നു, കേരള നിയമസഭയിൽ അംഗമായിരുന്നു, രാജ്യസഭയിൽ അംഗമായിരുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്നു. ആരാണ് ഈ വ്യക്തി? EMS നമ്പൂതിരിപ്പാട്, R ശങ്കർ, C അച്യുതമേനോൻ, K കരുണാകരൻ. ആരാ? റൈറ്റ് ആൻസർ C അച്യുതമേനോൻ. C അച്യുതമേനോനാണ് ഇതിലെല്ലാത്തിലും മെമ്പർ ആയിരുന്നു. C അച്യുതമേനോൻ 1970 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ആ 70 മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് അദ്ദേഹം എന്താണ്? രാജ്യസഭ MP ആണ്. അദ്ദേഹത്തിനെ രാജ്യസഭയിൽ നിന്ന് രാജിവെപ്പിച്ചിട്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI, കാരണം CPM CPIയും പിളർന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 64 പിളർന്നു. CPI കോൺഗ്രസ് പക്ഷത്തോടൊപ്പമാണ് കുറെ കാലം നിന്നത്, CPM മറ്റൊരു പക്ഷത്ത് നിന്നു. അങ്ങനെ കോൺഗ്രസും CPIയും കൂടെ ചേർന്ന് കേരളം ഭരിച്ചു. അപ്പോഴാണ് C അച്യുതമേനോൻ മുഖ്യമന്ത്രിയാവുന്നത്. അദ്ദേഹത്തിനെ രാജിവെപ്പിച്ചു. എന്നിട്ട് കൊട്ടാരക്കരയിൽ നിന്നുള്ള MLA ആക്കിയിട്ട് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കി. ഏറ്റവും കൂടുതൽ കാലം വൺ ടൈം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന C അച്യുതമേനോനാണ്. C അച്യുതമേനോൻ ആദ്യത്തെ EMS മന്ത്രിസഭയിലെ ഏത് വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നു? C അച്യുതമേനോൻ ഏത് വകുപ്പാണ് ആദ്യത്തെ EMSന്റെ മന്ത്രിസഭയില്? കുട്ടികളെ, ധനകാര്യ വകുപ്പ്. അതെ, ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ച പുള്ളിയാണ്. C അച്യുതമേനോനാണ് ആദ്യത്തെ കേരളത്തിലെ ബജറ്റ് അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് പറയാൻ എന്താണ് ഇത്ര മടി? നിങ്ങളെ ഞാൻ എന്തെങ്കിലും കളിയാക്കുവോ? എനിക്കറിയാം നിങ്ങൾ എങ്ങനത്തെ കുട്ടികളാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഈ ജനറൽ നോളജോ മറ്റുള്ള അവയർനെസ്സിന് വലിയ പിടുത്തം ഇല്ലാന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ സബ്ജക്ട് എക്സ്പെർട്ടുകളാണ്, അല്ലെ? നിങ്ങളൊക്കെ സബ്ജക്ട് എക്സ്പെർട്ടുകളാണ്. ചില ആൾക്കാർക്ക് ബയോളജി പുലിയായിരിക്കാം, ഇംഗ്ലീഷ് പുലിയായിരിക്കാം, മലയാളത്തിൽ പുലിയായിരിക്കാം. പക്ഷെ
ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുമ്പോ അവിടെ നിങ്ങൾ എന്താണ് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റില്ല, അതെനിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പഠിച്ചെടുക്കാനുള്ള ശ്രമം നടത്തണം. ഓക്കെ. അപ്പൊ ചില ആൾക്കാർ പറയും സാർ നമ്മൾ അതിലും പുലിയൊന്നും അല്ല, എന്താണ് എലി തന്നെയാണ് എന്നൊക്കെ പറയും. അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ കേറ്ററ്റ് പാസ്സായതും അതോടൊപ്പം തന്നെ BEd പഠിച്ചതും. പിന്നെ നമ്മളെക്കാളും ഒക്കെ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളെയാണ് നമുക്ക് പഠിപ്പിക്കേണ്ട അവസ്ഥ വരുന്നത്, അല്ലെ? അപ്പൊ എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് രാജ്യസഭ. അപ്പൊ ഇനി എക്സ്ട്രാ രാജ്യസഭ ആൻഡ് ലോക്സഭ എന്നും കൂടി വന്നു കഴിഞ്ഞാൽ ആരാ? കൊച്ചി രാജ്യ പ്രജാമണ്ഡൽ, തിരുക്കൊച്ചി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, രാജ്യസഭ, ലോക്സഭ. ലോക്സഭയും കൂടെ വന്നു കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി? ലോക്സഭയിലെ മെമ്പർ ആയിരുന്നു EMS നമ്പൂതിരിപ്പാട്, R ശങ്കർ, C അച്യുതമേനോൻ, K കരുണാകരൻ. ഇതിൽ ആരെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം? K കരുണാകരൻ. കരുണാകരൻ ലോക്സഭയിലും MP ആയി, ധനകാര്യമന്ത്രിയായി, അല്ല സോറി, കേന്ദ്രത്തിൽ വേറെ ഏതോ വകുപ്പിന്റെ ചുമതല കരുണാകരൻ ഭക്ഷ്യ സഹകരണ മന്ത്രി എന്തോ ആയിട്ടുണ്ട്. ആരിയ്ക്കുന്ന സമയത്താണ്? PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പുള്ളി ഇവിടുന്ന് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ രാജിവെച്ചതിന് ശേഷം പോയിട്ടുണ്ട്. അടുത്ത ഫസ്റ്റ് മലയാളി ടു ബിക്കം ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിട്ടുള്ള ഫസ്റ്റ് മലയാളി ആരാ? PJ കുര്യൻ. KC വേണുഗോപാൽ, MM ജേക്കബ്, PJ കുര്യൻ, വയലാർ രവി. ആരാ റൈറ്റ് ആൻസർ? രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിട്ടുള്ള ഫസ്റ്റ് മലയാളി, ദ ഫസ്റ്റ് മലയാളി ടു ബിക്കം ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. KC വേണുഗോപാൽ, MM ജേക്കബ്, PJ കുര്യൻ, വയലാർ രവി. PJ കുര്യൻ. യെസ്, റോങ് ആൻസർ. MM ജേക്കബ് ആണ്. ശരിയായ ഉത്തരം ആരാണ്? MM ജേക്കബ് ആണ്. MM ജേക്കബ് ഇതിനു മുമ്പ് മലയാളിയാണ്. അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാൻ ആയിട്ടുണ്ട്. വയലാർ രവിയൊക്കെ ഇപ്പോഴല്ലേ, അല്ല സോറി, PJ കുര്യൻ ഇപ്പോഴല്ലേ, 2012 മുതൽ 2018 വരെയാണ് ഇദ്ദേഹം PJ കുര്യൻ ആയത്. പക്ഷെ ആദ്യത്തെ മലയാളി MM ജേക്കബ് ആണ്. MM ജേക്കബ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ആളെ അറിയാൻ പറ്റും. അദ്ദേഹം മേഘാലയയുടെ ഗവർണറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. MM ജേക്കബ് മേഘാലയയുടെ ഗവർണറൊക്കെ ആയിട്ടുണ്ട്. അതായത് he is longest serving governor of any Indian state. He served more than 11 years. 11 വർഷം മേഘാലയയുടെ ഗവർണർ ആയിട്ടുണ്ട്, അരുണാചൽ പ്രദേശിന്റെ ഗവർണർ ആയിട്ടുണ്ട്. Jacob was elected to the Rajya Sabha in 1982. He was elected as deputy chairman of Rajya Sabha in 1986 and later served as a union minister of state in the Ministry of Parliamentary Affairs. പിന്നീട് മന്ത്രിയൊക്കെ ആയിട്ടുള്ള ആളാണ് MM ജേക്കബ്. നിങ്ങൾ PJ കുര്യനിലോട്ട് പോണ്ട എന്നുള്ളത് തെറ്റ് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഹിന്ദു രാഷ്ട്ര എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഹിന്ദു രാഷ്ട്ര എന്ന പത്രത്തിന്റെ സ്ഥാപകൻ VD സവർക്കർ, നാരായൺ ആപ്തെ, ഗോപാൽ ഗോഡ്സെ, ഹെഡ്ഗേവാർ. ഇതിലാരാ ഹിന്ദു രാഷ്ട്ര എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകൻ? കുട്ടികളെ വാ തുറന്ന് മിണ്ടൂ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കൂ. VD സവർക്കർ ആണോ? VD സവർക്കർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഹിന്ദു രാഷ്ട്ര എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഇതില് എഴുതിയിരിക്കുന്നത് ഗോപാൽ ഗോഡ്സെ എന്നാണ്. തെറ്റാണ്. ക്വസ്റ്റ്യനിലെ ആൻസറിൽ നാഥുറാം വിനായക് ഗോഡ്സെയാണ് കേട്ടോ. ഗോപാൽ ഗോഡ്സെ അല്ല, നാഥുറാം ഗോഡ്സെയാണ്. ഗോഡ്സെയുടെ പത്രമാണ് ഹിന്ദു രാഷ്ട്ര. ഈ ഹിന്ദു രാഷ്ട്ര എന്ന് പറയുന്ന പത്രം
തുടങ്ങാനുള്ള സഹായം കൊടുക്കുന്നത് ആരാണ്? ഹിന്ദു രാഷ്ട്ര എന്ന് പറയുന്ന പത്രം സ്ഥാപിക്കാനായിട്ട് നാഥുറാം ഗോഡ്സേക്ക് സഹായം കൊടുക്കുന്ന സവർക്കറാണ് VD സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം, അതാണല്ലോ നമ്മൾ സവർക്കറെ പറ്റി എന്താണ് പഠിക്കുന്നത്. സോറി, സവർക്കർ അല്ല, നാഥുറാം വിനായക് ഗോഡ്സെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. ഗാന്ധിജിയുടെ കാലിൽ വന്ന് വണങ്ങിയതാണ്. ഗാന്ധിജി പ്രാർത്ഥനാ യോഗത്തിന് എത്തുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ കാലിൽ വന്ന് വണങ്ങി, നേരെ ഉടൻ എണീച്ചു. എന്നിട്ട് ഗാന്ധിജിയുടെ നെഞ്ചത്തേക്ക് എന്താണ് വെടിവെച്ച് തള്ളി. ഗാന്ധിജി അങ്ങനെയാണ് മരിക്കുന്നത്. 1948 ജനുവരി 20 അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജിക്ക് നേരെ അറ്റംപ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ സനിയ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഒരു ഡൗട്ടും ഇല്ല. ഹിന്ദു രാഷ്ട്ര എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന അങ്ങനെ വേറൊരാളുണ്ടോ? ഹിന്ദു രാഷ്ട്ര എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാണ്. ഹിന്ദു രാഷ്ട്ര, അത് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി, ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജി ആരാ മുന്നോട്ട് വെച്ചത്? ഹിന്ദുത്വ അത് സവർക്കറാണ്. VD സവർക്കറാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഗാന്ധി വധക്കേസിൽ മൊത്തം 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ, അതോടൊപ്പം തന്നെ നാരായൺ ആപ്തെ, ഗോപാൽ ഗോഡ്സെ, ദിഗംബർ ബാഡ്ജെ, വിഷ്ണു കാർക്കറെ, മദൻലാൽ പഹുവ, ശങ്കർ കിഷ്ത്വായ്, പിന്നെ ഇങ്ങനെ 8 പ്രതികൾ. അതില് 3 പേരെയാണ് എന്ത് ചെയ്തത്? ശിക്ഷിച്ചത്. 3 പേര് ഗാന്ധി വധക്കേസിൽ. ഒന്ന് നാഥുറാം വിനായക് ഗോഡ്സെ, അതോടൊപ്പം തന്നെ നാരായൺ ആപ്തെ, ഗോപാൽ ഗോഡ്സെ, 3 പേര്. നാഥുറാമിന്റെ അനിയൻ. അതില് നാരായൺ ആപ്തെയും നാഥുറാം വിനായക് ഗോഡ്സെയും തൂക്കിലേറ്റി. ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തൂക്കിലേറ്റപ്പെടുന്ന ആദ്യത്തെ എന്താണ് വ്യക്തികൾ എന്ന് പറയുന്ന ഇവർ 2 പേരുമാണ്. ഗോപാൽ ഗോഡ്സെയെ ജീവപര്യന്തമാണ് തടവിന് ശിക്ഷിച്ചത്. പിന്നീട് നാഥുറാം, ഈ VD സവർക്കർ ഇതിലെ പ്രതിയായിരുന്നു. പിന്നീട് ദിഗംബർ ബാഡ്ജയുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കോടതി കണ്ടെത്തി. അതായത് ദിഗംബർ ബാഡ്ജെ പറഞ്ഞത് ഗാന്ധിയെ വധിക്കാനായിട്ട് എന്ത് ചെയ്തു? ഇവര് തമ്മിൽ ആശീർവദിച്ചു. അതായത് സവർക്കർ പറഞ്ഞു ഗാന്ധിജിയുടെ 1 നൂറ്റാണ്ട് അവസാനിപ്പിച്ചിട്ട് വരൂ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ദിഗംബർ ബാഡ്ജെ കണ്ടത്. നിങ്ങൾ ഗാന്ധിയെ കൊന്നിട്ട് വരൂ എന്ന് സവർക്കർ പറഞ്ഞു. അത് എന്താണ് പറഞ്ഞത്? ദിഗംബർ ബാഡ്ജെ കോടതിയിൽ പറഞ്ഞു. അതായത് മാപ്പ് സാക്ഷിയാകാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടു. പക്ഷെ അന്ന് ഇതേപോലെ ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതൊന്നും കോടതി വിശ്വസിച്ചില്ല. കോടതി നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കും. മനസ്സിലാവുന്നില്ല, ആരോ മ്യൂട്ട് ആക്കാത്തുണ്ട്. അപ്പൊ കോടതി പറഞ്ഞു നിങ്ങൾ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പറഞ്ഞു. പക്ഷെ 966 ആയപ്പോ സവർക്കറുടെ എന്താണ് ബോഡി ഗാർഡ് കാസാറായും അപ്പ കാസാറായും പിന്നെ ഒരാള് അദ്ദേഹത്തിന്റെ സെക്രട്ടറി, ഈ 2 പേരും എന്താണ് കപൂർ കമ്മീഷന്റെ മുമ്പില്
എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അങ്ങനെയാണ് ഗൂഢാലോചനയിൽ ആർക്കത് പങ്കുണ്ട്, സവർക്കർ പ്രതിയാണ് എന്ന് കപൂർ കമ്മീഷൻ കണ്ടെത്തി. അപ്പോഴേക്കും സവർക്കർ മരിച്ചുപോയി. അതാണ് സംഭവം നടന്നത്. അതാണ് ഈ ഗാന്ധി വധക്കേസ് എന്നുള്ളതിനെ പറ്റി ഓർത്തിരിക്കുക കേട്ടോ. ഇനി 1950 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യത്തെ മുഖ്യ അതിഥി. നിങ്ങൾ ഈ ഗാന്ധി വധക്കേസൊക്കെ എല്ലാ ആൾക്കാരും ഓർത്തിരിക്കണം കേട്ടോ. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട, അന്വേഷിക്കപ്പെട്ട കമ്മീഷൻ എന്നാണ് ഇവരെ തൂക്കിലേറ്റിയത്. ആ ഇൻസിഡന്റുകളെയൊക്കെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം ഇതൊക്കെ പല പരീക്ഷകൾക്കായിട്ട് ചോദിക്കുന്നതാണ്. 1950 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യത്തെ മുഖ്യ അതിഥി ആരായിരുന്നു? കിങ് ത്രിഭുവൻ, ബീർ വിക്രം ഷാ, കിങ് ജിഗ്മേ ദോർജി വാങ്ചുങ്, പ്രസിഡന്റ് സുകാർണോ, കിങ് നോർഡം സിഹനോക്ക്. റൈറ്റ് ആൻസർ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ. നമ്മൾ അന്ന് മുതൽ റിപ്പബ്ലിക് ആവുമ്പോൾ ഓരോരോ രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവുകളെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യോടെ അവരെ മുഖ്യ അതിഥിയാക്കും. അങ്ങനെ ആദ്യത്തത് പ്രസിഡന്റ് അഹമ്മദ് സുകർണോയാണ് കേട്ടോ. എന്നാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അഹമ്മദ് സുകർണോയാണ് നമ്മൾ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായത്. ഇന്തോനേഷ്യ ഭരിച്ചിരുന്ന ആരാണ്? ഇന്തോനേഷ്യ ഭരിച്ചിരുന്ന വിദേശ ശക്തി ആരാ? ഇന്തോനേഷ്യ ഭരിച്ചിരുന്ന വിദേശ ശക്തി, ഇന്തോനേഷ്യ ഭരിച്ചിരുന്ന അമേരിക്കക്കാരാണോ, ബ്രിട്ടീഷുകാരാണോ, പോർച്ചുഗീസുകാരാണോ, ഡച്ചുകാരാണോ, ആരാണ്? നാജിഹ മൊയ്തീൻ. തെറ്റാണ്, ഡച്ചുകാരാണ്. ഇന്തോനേഷ്യ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഭരിച്ചിരുന്നത്. അവരിൽ നിന്നാണ് ഈ പറയുന്ന രീതിയിൽ ഇന്തോനേഷ്യയിലെ സ്വാതന്ത്ര്യ സമരം നടന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ കുറച്ചു നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏകദേശം നമ്മുടെ ക്ലാസ് പെട്ടെന്ന് തന്നെ തീർന്നു. 1 മണിക്കൂർ ഇപ്പൊ കഴിഞ്ഞു. നിങ്ങൾ സമയം നോക്കൂ, അപ്പൊ മനസ്സിലാവും. എന്തെങ്കിലും പറയാനുണ്ടോ? സർ, ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താ? ഇൻ വിച്ച് ഇയർ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വാസ് ഫോംഡ്? അതിന്റെ ആൻസർ ഇയർ 1920 ഡിസംബറിൽ. 1920 ഡിസംബർ 31 AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? പ്രസിഡന്റ് സുകർണോ, അഹമ്മദ് സുകർണോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അഹമ്മദ് സുകർണോ. ഇന്തോനേഷ്യ ഡച്ചിന്റെ കീഴിലായിരുന്നു. ഡച്ച് കോളനി ആയിരുന്നു. ഓപ്ഷനിലുള്ളതെല്ലാം നമ്മുടെ പല റിപ്പബ്ലിക് പരേഡിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളവരാണോ സർ? കേട്ടില്ല. ഈ ഓപ്ഷനിലുള്ളതെല്ലാം നമ്മുടെ പല റിപ്പബ്ലിക് ഡേ പരേഡുകൾക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളവരാണോ ഈ ഓപ്ഷനിലുള്ള എല്ലാം? ഇതെല്ലാം ആ സമയത്ത് എന്താണ് നേപ്പാളിന്റെ ബീർ വിക്രം ഷാ എന്താണ് ഈ പറയുന്ന നമ്മുടെ നേപ്പാളിന്റെ അന്നത്തെ രാജാവായിരുന്നു. സുകർണോ ഇന്തോനേഷ്യയുടെ ആളായിരുന്നു. പിന്നെ പാകിസ്ഥാന്റെ, പിന്നെ അടുത്ത 53 മറ്റോ എന്താണ് നമ്മുടെ പാകിസ്ഥാന്റെ ആള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിങ് ജിഗ്മേ ഡോർജി ഒക്കെ ഭൂട്ടാന്റെ ആയിരുന്നു. അങ്ങനെ ഓരോ രാജ്യത്തുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. വേറൊന്നുമില്ലല്ലോ. ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരെന്തായിരുന്നു? സാറ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒന്നും കൂടെ പറയാവോ? കമ്മീഷന്റെ പേര് പറഞ്ഞില്ലായിരുന്നു, കമ്മീഷൻ എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, ഞാൻ കമ്മീഷന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ഞാൻ കേട്ടില്ലായിരുന്നു. കപൂർ കമ്മീഷൻ.
കപൂർ എന്താണ്? കപൂർ ഓക്കെ. കപൂർ കമ്മീഷൻ. ഓക്കെ സർ, താങ്ക് യു. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ ആരൊക്കെയുള്ള? എന്റെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ടെലഗ്രാം ആരെങ്കിലും ഉണ്ടോ? എന്റെ മുമ്പ് ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാര്? ജോയിൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഞാൻ PSC ബ്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെലഗ്രാം ചാനൽ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് PSC ബ്രെയിൻ സെർച്ച് ചെയ്ത് നോക്കിയാലും കിട്ടും. മലാല യൂസഫ് സായിയുടെ ഒരു പിക്കാണ്. നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഈ നിങ്ങൾക്ക് ജോയിൻ ആവുന്നില്ലെങ്കിൽ എന്റെ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പിൽ നിങ്ങളുടെ പേര് സഹിതം ഇട്ടാൽ മതിയെ. 996 നിങ്ങൾ പറയണം ഞാൻ HSA പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് എന്ന് പറയണം. അപ്പൊ ഇതാണ് എന്റെ നമ്പർ 9961231715. ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോളാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, വേറെന്തെങ്കിലും? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും നേരം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി, എന്നെ കേട്ടിരുന്നു. ഓക്കെ താങ്ക് യു സർ. ഓക്കെ ഓക്കെ. Thank you, sir. Thank you, sir. താങ്ക് യു സർ. Thank you, sir. Thank you, sir. Thanks, sir. ഓക്കെ.